കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന സൂചന നൽകി PJ ജോസഫ്. ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകളിൽ കുറവുണ്ടാകുമെന്ന സൂചനകൾക്കിടയിലാണ് ജോസഫിന്റെ പ്രതികരണം. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. സീറ്റുകളിൽ വെച്ചുമാറ്റം ഉണ്ടാകാം. ഇത്തവണ ജയമാണ് മുഖ്യമെന്നും PJ ജോസഫ് പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ ബാബുവിലേക്ക് പോകുന്നതിന് മുമ്പ് PJ ജോസഫിന്റെ പ്രതികരണത്തിലേക്ക്. കേരള കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് തന്നെയാണ്, ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്, ചിഹ്നമുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തു. കോട്ടയത്ത് മത്സരത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിച്ചു, അതേ പരാജയപ്പെടുത്തിക്കൊണ്ട്. സ്വരൂപേണയാണ് പറയുന്നത് ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. UDF അത് അവരല്ലോ തീരുമാനിച്ചു. പ്രൊട്ടക്ഷൻ ഒരു കുഴപ്പമില്ല. സാർ, ഈ ഉഭയകക്ഷി ചർച്ചകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്? ജോസഫ് ഗ്രൂപ്പ് അത് എപ്പോഴും നേരത്തെ ചർച്ച നടത്തേണ്ടതായിരുന്നു. അവസാന നിമിഷത്തിൽ തീരുമാനമാവുകയുള്ളൂ. അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു തടസ്സമില്ല. സീറ്റ് എക്സ്ചേഞ്ച് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് മ്യൂച്വലായിട്ട് ചർച്ച ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തേക്കാം. ഇടുക്കി സീറ്റ് ഉൾപ്പെടെ എങ്ങനെയാണ്? അല്ല, ഇത് ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് വഴിയുള്ള മത്സരിച്ച സീറ്റാണ്. ഇപ്പോൾ നമ്മുടെ അവകാശം അവിടെ നിൽക്കുന്നത്. കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, ജോസ് കെ മാണിയുടെ ക്ഷണം എന്തായാലും നേരത്തെ തന്നെ നിരസിച്ചതാണ്. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു ക്ഷണം എന്നതൊരു സമ്മർദ്ദത്തിന് കൂടുതൽ ബലം നൽകും PJ ജോസഫ് വിഭാഗത്തിന് എന്നൊരു നിരീക്ഷണമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സീറ്റുകൾ എന്നതിനേക്കാൾ വിജയസാധ്യത കൂടുതലുള്ള സീറ്റുകൾ ലഭിക്കുക എന്നതാണ് പ്രധാനം എന്ന നിരീക്ഷണത്തിലേക്ക് PJ ജോസഫ് വിഭാഗം പോവുകയാണോ? ഒരുപക്ഷെ 6-7 സീറ്റുകൾ എന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനെ ശരിവെക്കുന്നതാണോ PJ ജോസഫിന്റെ പ്രതികരണം? അഭിലാഷ്, ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. PJ ജോസഫ് ഒരു കടുംപിടുത്തത്തിനില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. ഇതിന് 2 കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. PJ ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ PJ ജോസഫ് വിഭാഗം UDF മത്സരിച്ചത് 10 സീറ്റുകളിലാണ്. അതിനു മുമ്പ് ജോസഫും മാണിയും ഒന്നിച്ചു നിന്ന ഘട്ടത്തിൽ 6 സീറ്റുകളായിരുന്നു ജോസഫ് വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. മാണി വിഭാഗം വിട്ടുപോയപ്പോഴാണ് 4 സീറ്റുകൾ കൂടി അധികം UDF PJ ജോസഫ് വിഭാഗത്തിന് നൽകിയത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകുമ്പോൾ പ്രധാനമായും അന്ന് തന്നെ 2 നിയമസഭാ സീറ്റുകൾ കുറയ്ക്കും എന്നുള്ള ധാരണ അപ്പോൾ തന്നെ എടുത്തിരുന്നതാണ്. ഇപ്പോൾ 6 സീറ്റുകളിലേക്ക് മത്സരിക്കുക എന്നുള്ളതാണ്. പഴയതുപോലെ 6 സീറ്റുകളിലേക്ക് മത്സരിക്കുക, 4 സീറ്റുകൾ കോൺഗ്രസ് എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ UDF മറ്റ് ഘടകകക്ഷികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ. എന്നാൽ അത് അംഗീകരിക്കാൻ ഇതുവരെയും PJ ജോസഫ് തയ്യാറായിട്ടില്ല. 6 സീറ്റ് പറ്റില്ല, 7-8 സീറ്റ് എന്നുള്ള തരത്തിലേക്കാണ് അനൗദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നത്. PJ ജോസഫിനും അങ്ങനെ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിൽ വളരെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഏതൊക്കെ സീറ്റുകളാണ് വിട്ടുകൊടുക്കുന്നത് എന്നത് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ചില സീറ്റുകൾ വെച്ചുമാറിയാൽ പകരം ഏത് സീറ്റ് വേണം എന്നതിലൊക്കെയാണ് പ്രധാനമായി ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അന്തിമ രൂപത്തിലെത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പോഴും കോൺഗ്രസും PJ ജോസഫുമായി എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കടുംപിടുത്തത്തിന് 10 സീറ്റ് തന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ല, അല്ലെങ്കിൽ മുന്നണി വിടും തുടങ്ങിയ അത്തരം ഒരു കടുംപിടുത്തത്തിന് ഇല്ല എന്ന് വ്യക്തമായ സൂചന തന്നെയാണ് PJ ജോസഫ് നൽകുന്നത്. പ്രധാനമായും ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ, അതോടൊപ്പം തന്നെ ഇടുക്കി, കോതമംഗലം, കുട്ടനാട്, ഇത്രയും സീറ്റുകളിലാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് 4 സീറ്റ് ചോദിക്കുമ്പോൾ അത് ചങ്ങനാശ്ശേരി, ഇടുക്കി, കോതമംഗലം, കുട്ടനാട് ഇങ്ങനെ 4 സീറ്റുകളിലാണ് കോൺഗ്രസ് പ്രധാനമായും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. മറ്റൊന്ന് ഏറ്റുമാനൂർ കൂടിയുണ്ട്. ഏറ്റുമാനൂർ ഏറ്റെടുത്താൽ പകരം പൂഞ്ഞാർ നൽകണം എന്നുള്ള വ്യവസ്ഥയാണ് ഇപ്പോൾ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന PJ ജോസഫ് വിഭാഗത്തിന് അത് ഇത്തവണ 7 അല്ലെങ്കിൽ 8, പരമാവധി 6 മുതൽ 8 വരെ സീറ്റുകളിലേക്ക് മാറാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അത്തരത്തിലുള്ള മാറ്റവും അതോടൊപ്പം തന്നെ ചില സീറ്റുകളിൽ വെച്ചുമാറ്റവും, ഒരു സീറ്റിന് പകരം മറ്റു സീറ്റ്, ഇടുക്കി സീറ്റിലൊക്കെ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി PJ ജോസഫ് വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ അവർക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ചില കോൺഗ്രസുമായി ചില ഒത്തുതീർപ്പുകൾ അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാണ്. പക്ഷേ ഇടുക്കി സീറ്റ് ചോദിച്ചിട്ടില്ല എന്നതുകൂടി അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചു, അതായത് 10 സീറ്റുകൾ എന്ന ആവശ്യമാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നേരത്തെ അപ്പു ജോൺ ഉൾപ്പെടെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. സീറ്റുകൾ വെച്ചുമാറേണ്ട സാഹചര്യം ഇല്ല എന്ന്. ചില സീറ്റുകൾ, അതായത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വിജയിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ, അത് കോൺഗ്രസ് അതിൽ കൂടുതൽ ആവശ്യമുന്നയിക്കുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ ഈ സീറ്റ് ധാരണയിലും വെച്ചുമാറ്റത്തിലും PJ ജോസഫ് വിഭാഗത്തിന് വലിയ കടുംപിടുത്തമില്ല എന്നതുകൂടിയാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, കിരൺ?
അഭിലാഷ്, PJ ജോസഫിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ ഒരു ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമ്പോൾ ഒരു 2 സീറ്റുകൾ കുറവുണ്ടാവും എന്നൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു. PJ ജോസഫിന് കഴിഞ്ഞ തവണയാണ് ഈ 4 സീറ്റുകൾ അധികമായി ലഭിച്ചത്. 6 എന്നതിൽ നിന്ന് പെട്ടെന്ന് 10 സീറ്റുകളായി വർദ്ധിച്ചത്. വലിയ സീറ്റുകൾക്ക് അധിക സീറ്റുകളുടെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മാണി വിഭാഗത്തെ LDF ഇവിടെ നടത്തി അപ്പുറത്ത് മറുഭാഗത്തേക്ക് എത്തിക്കുമ്പോൾ ഈ UDFിൻ്റെ ഭാഗത്ത് PJ ജോസഫ് വിഭാഗത്തിന് കൂടി മെച്ചപ്പെട്ട ഒരു പ്രാതിനിധ്യം കിട്ടണം. അങ്ങനെയാണ് 6 സീറ്റ് 10 സീറ്റായി വർദ്ധിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച ബഹുഭൂരിപക്ഷം സീറ്റുകളിലും PJ ജോസഫ് വിഭാഗം മത്സരിച്ച തൊടുപുഴയും കടുത്തുരുത്തിയും മുടക്കെ ഉള്ള സീറ്റുകൾ ഒഴികെ ബാക്കി സീറ്റുകളിലെല്ലാം പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ 8 സീറ്റുകളോളം 10 സീറ്റിൽ 8 സീറ്റും പരാജയപ്പെടുന്ന ഒരു പാർട്ടി സ്വാഭാവികമായും ഇത്തവണ വിജയ സാധ്യതയൊക്കെ പരിശോധിക്കുമ്പോഴും 6 സീറ്റുകളിലേക്ക് എത്താമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പക്ഷേ PJ ജോസഫ് വിഭാഗം അങ്ങനെ 6 സീറ്റിലേക്ക് കുറയ്ക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ 10 എന്നുള്ള ഒരു സീറ്റിലേക്ക് ബലം പിടിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അത്തരം ഒരു സൂചനയാണ് PJ ജോസഫ് പ്രധാനമായി നൽകുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടയ്ക്ക് ജോസ് കെ മാണി ഞങ്ങളുടെ മുന്നണിയിലേക്ക് മടങ്ങി വരൂ, ഇടതു മുന്നണിയിലേക്ക് മടങ്ങി വരൂ എന്നൊരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചത്. UDFിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾക്ക് PJ ജോസഫ് വിഭാഗത്തിന് കൂടി അത് ചർച്ചകൾ വേഗത്തിൽ തീരുമാനമാകാതിരിക്കാനുള്ള ഒരു വിലപേശൽ തന്ത്രം എന്ന നിലയ്ക്ക് കൂടിയാണ്, അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു നീക്കം എന്ന നിലയ്ക്ക് കൂടിയാണ്. എന്തായാലും ജോസഫിൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാവും, പക്ഷേ ഈ പറയുന്നത് പോലെ വലിയ വിട്ടുവീഴ്ചയിലേക്ക് പോകില്ല. 10 സീറ്റ് എന്നുള്ളൊരു വാശി അദ്ദേഹം ഇപ്പോൾ വാക്കുകളിൽ എവിടെയും പറയുന്നില്ല. ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാവും, ജയമാണ് മുഖ്യം എന്നൊക്കെയുള്ള ചില സൂചനകൾ കൂടി അദ്ദേഹം വ്യക്തമായി തന്നെ നൽകുന്നുമുണ്ട്. യെസ്, അതാണ് എന്തായാലും PJ ജോസഫ് വിഭാഗം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്താനില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന സൂചനയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കാനും സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.